ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റെസിപ്പി ഒരു ഫിഷ് കറിയാണ്. നമ്മൾ പച്ചത്തേങ്ങ അരച്ചിട്ട് ഫിഷ് കറി വെക്കുമെന്ന് പറയില്ലേ, അത് ഡയറക്റ്റായിട്ട് പച്ചത്തേങ്ങ അരയ്ക്കാതെ എങ്ങനെയാണ് എന്ന് നോക്കാം നമുക്ക്. ഈ ഫിഷ് കറിയിലെ മാന്ത്രികക്കൂട്ട് എന്താണെന്ന് നോക്കാം. സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് വീഡിയോ കാണണേ. ആദ്യം തന്നെ ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തും ഒരു പിഞ്ച് ഇഞ്ചി കഷ്ണം ചെറുതായിട്ട് അരിഞ്ഞ് ഇത് രണ്ടും കൂടെ നന്നായിട്ട് വെളിച്ചെണ്ണയിൽ കുറച്ച് ചൂടായി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ചേർത്ത് എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിക്കണം. അതിനുശേഷം ആവശ്യത്തിന് ഞാനിവിടെ 1/2 കിലോ അയിലയാണ് എടുത്തേക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ്. ഇതെല്ലാം കൂടെ ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചൂടാക്കാൻ. അധികം മൂക്കണ്ട, ഇതിൻ്റെ ഒരു പച്ചച്ചൊവ മാറുന്നിടം വരെ. അതിനുശേഷം ആവശ്യത്തിനുള്ള തേങ്ങ ഈ മുളക് പൊടിക്കകത്തെല്ലാം ഇട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ചൂടാക്കിയെടുക്കണം. വറക്കരുത്. നമ്മൾ വറുത്ത് കഴിഞ്ഞാൽ വറുത്തരച്ച കറിയുടെ ഒരു ടേസ്റ്റ് വരും. അതുകൊണ്ട് ഈ തേങ്ങ വറക്കാൻ പാടില്ല. നന്നായിട്ടൊന്ന് ചൂടായി വരണം. അതിൻ്റെ കൂടെ 2-3 ചെറിയ ഉള്ളിയും ആവശ്യത്തിനുള്ള കരിയാപ്പിലയും കൂടെ ഈ തേങ്ങയ്ക്കകത്ത് നമ്മൾ ചൂടാക്കുമ്പോൾ ഇടണം. കരിയാപ്പിലയൊക്കെ ഇട്ട് നമ്മൾ തേങ്ങ ചൂടാക്കി അരയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണേ. തേങ്ങ എല്ലാം തണുത്തതിന് ശേഷം നമുക്ക് അരച്ച് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് കരിയാപ്പില ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഒരു 4 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ കൂടെ 2 വെളുത്തുള്ളി കൂടാൻ പാടില്ല, നമ്മൾ അരയ്ക്കാനും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇടണം. അത് ആവശ്യത്തിന് എടുക്കുക, കൂടാൻ പാടില്ല. കറിയിൽ കൂടുതൽ ടേസ്റ്റ് ഇഞ്ചിയുടെ വരാൻ പാടില്ല. അത് നന്നായിട്ട് മൂത്തതിന് ശേഷം, ചെറിയ ഉള്ളി എല്ലാം മൂത്തതിന് ശേഷം ഈ കുടംപുളിയും പച്ചമുളകും ഈ എണ്ണയ്ക്കകത്തിട്ട് വഴറ്റണം. ഞാൻ ഇവിടെ മുരിങ്ങയ്ക്ക ഇടുന്നുണ്ട്. മുരിങ്ങയ്ക്ക ഓപ്ഷനിലാണ്, അത് അവോയ്ഡ് ചെയ്യാം. ഞാൻ കറിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നല്ല നാടൻ മുരിങ്ങയ്ക്കയാണ്. അപ്പോൾ അതും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ഇങ്ങനെ അരച്ചു കൊടുക്കണം. അപ്പം നമ്മൾ തേങ്ങ പച്ചക്കല്ല അരയ്ക്കുന്നത്. തേങ്ങ നന്നായിട്ട് വറുത്തതിന് ശേഷം, നന്നായിട്ട് വറുത്തിട്ടില്ല, നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം മുളകും മല്ലിയെല്ലാം ചൂടാക്കി തേങ്ങയും കൂടെ അതിൻ്റെ കൂടെ ചൂടാക്കിയിട്ടാണ് അരച്ചത്. അപ്പം ആ പച്ച തേങ്ങയുടെ ഒരു ടേസ്റ്റല്ല ഈ കറിക്ക് വരുന്നത്. അരപ്പിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിക്കണം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഫിഷ് ഇട്ട് കൊടുക്കണം. നല്ല ഫ്രഷായിട്ടുള്ള അയിലയാണ്. അപ്പോൾ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റായിരുന്നു. നമ്മളെപ്പോഴും ഫ്രഷായിട്ട് എന്ന് വെച്ചാൽ മീനിൻ്റെയൊക്കെ ഫ്രഷായിട്ട് കറി വയ്ക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ചെറുതായിട്ട് വേവിക്കണം. ഇവിടെ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കരിയാപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. നല്ല അടിപൊളി കറിയായിരുന്നു. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒരു ചേഞ്ച് ആകുമല്ലോ. കറിയുടെ ഫൈനൽ സ്റ്റേജ് ഇതേപോലെ ആണ് ഇരിക്കുന്നത്. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.